ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുട്ടികളെല്ലാം പ്രാർത്ഥനയോടുകൂടിയാണല്ലോ സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് നിങ്ങൾ പഠിച്ചത്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചുവല്ലോ. അതിൻ്റെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സൺഡേ സ്കൂൾ പുസ്തകത്തിലെ 22-ാമത്തെ അധ്യായം രഹസ്യ വരവ് അല്ലെങ്കിൽ മേഘത്തിലെ വരവ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കർത്താവിൻ്റെ മടങ്ങിവരവിന് 2 ഘട്ടങ്ങളാണ് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ മേഘത്തിലെ വരവ് അല്ലെങ്കിൽ രഹസ്യ വരവ് അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാപണം. ഈ 3 വാക്കുകളാണ് ഒന്നാമത്തെ ഘട്ടത്തെ സൂചിപ്പിക്കുന്നത്. 7 വർഷത്തിന് ശേഷം, 7 വർഷം എന്ന് പറയുന്നത് മണിയറവാസമാണ്. അതിനുശേഷം 2ാമത്തെ ഘട്ടമായ മഹത്വ പ്രത്യക്ഷത. 2 ഘട്ടങ്ങളാണ് ഈ വരവിലെ അടിസ്ഥാനമാക്കി നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം മേഘത്തിലെ വരവ്, രഹസ്യ വരവ്, ഉൽപ്രാപണം. ഈ 3 വാക്കുകളാണ് അതിനകത്ത് പറയുന്നത്. അതാണ് ഒന്നാമത്തെ ഘട്ടം. അത് നമ്മൾ ഈ അധ്യായത്തിൽ നമ്മൾ വിശദമായി പഠിക്കും. കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടമായ ഈ രഹസ്യ വരവ്, അതിൽ കർത്താവ് മേഘത്തിൽ വരെ, സ്വർഗത്തിൽ നിന്ന് മേഘത്തിൽ വരെ ഇറങ്ങി വന്ന് തൻ്റെ സഭയെ ചേർത്തുകൊള്ളുന്നു. ഈ മേഘത്തിൽ വരെ ഇറങ്ങി വരുന്നത് കൊണ്ടാണ് അതിലെ മേഘത്തിലെ വരവ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഈ വരവ് കർത്താവിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാർ അവർ മാത്രമേ ഇത് അറിയുകയുള്ളൂ. വേറെ ആരും ഇത് അറിയുകയില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ രഹസ്യ വരവ് എന്ന വാക്കും കൂടി നമ്മൾ ഉപയോഗിക്കുന്നു. 2 വാക്കുകളാണ്. ഒന്ന് മേഘത്തിലെ വരവ്, രണ്ടാമത് രഹസ്യ വരവ്. ഇത് രണ്ടും ഒരേ അർത്ഥമാണ് ഇതിനകത്ത് വരുന്നത്. മേഘത്തിൽ വരെ വരുന്നത് കൊണ്ട് ഇതിനെ മേഘത്തിലെ വരവ് എന്നും, വിശുദ്ധന്മാർ അല്ലെങ്കിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവസഭ, അവർ മാത്രമേ ഇത് ആ കർത്താവിന്റെ വരവ് അറിയുന്നുള്ളൂ. വേറെ ആരും എന്ത് ചെയ്യുന്നില്ല, ഇത് അറിയുന്നില്ല. അതുകൊണ്ട് ഇതിനെ രഹസ്യ വരവ് എന്ന് കൂടി ഇത് അറിയപ്പെടുന്നു. ഇനി ഈ അവസരത്തിൽ, ഈ വരവില് മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് മേഘാരൂഢനായിരിക്കുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് പറന്നുയരുകയും ചെയ്യും. അങ്ങനെ സഭയെ ചേർക്കുവാൻ വേണ്ടി, ഈ വരവ് സഭയെ ചേർക്കുവാൻ വരുന്നത് കൊണ്ട് അത് സഭയുടെ ഉൽപ്രാപണം എന്ന പേരിലും അറിയുന്നു. എന്താണ് സഭയുടെ ഉൽപ്രാപണം? സഭയുടെ ഉൽപ്രാപണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുവാണെങ്കിൽ എന്തുത്തരം നിങ്ങൾ എഴുതും? സഭയെ ചേർക്കുവാൻ വേണ്ടി മേഘത്തിൽ വരെ വരുന്നത്. അതുകൊണ്ടാണ് അതിനെയാണ് സഭയുടെ ഉൽപ്രാപണം എന്ന് അറിയുന്നത്. സഭ എന്ത് ചെയ്യും? എടുക്കപ്പെടും. അത് കഴിഞ്ഞ് 7 വർഷത്തിന് ശേഷം, ഈ 7 വർഷം എന്ന് പറയുന്നത് മണിയറവാസമാണ്. കർത്താവിനോട് കൂടെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ സഭ, വിളിക്കപ്പെട്ടവരായ കൂട്ടം, വിശ്വാസ സമൂഹം, അവരെന്ത് ചെയ്യുന്നു? വസിക്കുന്നു. അതാണ് മണിയറവാസം. ഈ 7 വർഷത്തിന് ശേഷം ഈ വരവിന്റെ 2ാമത്തെ ഘട്ടമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു. 2ാമത്തെ ഘട്ടം എന്താണ്? മഹത്വ പ്രത്യക്ഷത. ഈ മണവാട്ടിയായ സഭ രാജകീയ മഹത്വത്തോടു കൂടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അതാണ് മഹത്വ പ്രത്യക്ഷത. മേഘത്തിലെ വരവ് അല്ലെങ്കിൽ രഹസ്യ വരവ്, അതിന് 2 ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ
ഘട്ടം എന്ന് പറയുന്നത് ഉൽപ്രാപണം പ്രാപിച്ച സഭ, രണ്ടാമത്തത് മേഘത്തിൽ വെളിപ്പെടുന്ന കാന്തൻ. നമുക്ക് ആദ്യം ഉൽപ്രാപണം പ്രാപിച്ച സഭയുടെ യോഗ്യതകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ എന്തെല്ലാം യോഗ്യത ഉള്ളവരെയാണ് ഈ വരവെങ്കിൽ എടുക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. നമുക്ക് ഉൽപ്രാപണം പ്രാപിക്കുന്ന സഭയുടെ യോഗ്യതകൾ, അത് 7 എണ്ണമാണ് ഉള്ളത്. അത് നമുക്ക് ആദ്യം ആ 7 എണ്ണം എന്താണ് എന്ന് നമുക്ക് നോക്കിയിട്ട് അതിൽ ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പൊ ഉൽപ്രാപണം പ്രാപിക്കുന്ന സഭയുടെ യോഗ്യതകൾ. ഒന്നാമത്തെ യോഗ്യത, അവർ ക്രിസ്തുവിനുള്ളവരായിരിക്കണം. 2, അവർ ക്രിസ്തുവിൽ ഉള്ളവരായിരിക്കണം. 3, അവർ ക്രിസ്തുവിനായി കാത്തിരിക്കുന്നവരായിരിക്കണം. 4, അവർ വിശുദ്ധരായിരിക്കണം. 5, അവർ നന്മ ചെയ്യുന്നവരായിരിക്കണം. 6, അവർ യോഗ്യരായിരിക്കണം. 7, അവർ ഉണർന്നും ഒരുങ്ങിയും ഇരിക്കണം. ഇതാണ് 7 യോഗ്യതകൾ. ഇപ്പൊ നമുക്ക് ഇനി 7 യോഗ്യതകൾ ഓരോന്നുമായി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ യോഗ്യത എന്നത് അവർ ക്രിസ്തുവിനുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണുന്നു: ആദിബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ് എന്ത്? ക്രിസ്തുവിനുള്ളവർ എന്ന് കാണുന്നു. ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ് അവനുള്ളവർ. ക്രിസ്തുവിനുള്ളവർ അവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരായിരിക്കണം. ജഡികമായ സ്വഭാവങ്ങളൊന്നും നമ്മുടെ ഉള്ളിൽ കാണാൻ പാടില്ല. അപ്പൊ ഒന്നാമത്തെ യോഗ്യത എന്നുള്ളത് ക്രിസ്തുവിനുള്ളവരായിരിക്കണം. ഇനി രണ്ടാമത്തെ യോഗ്യത എന്താണ്? അവർ ക്രിസ്തുവിൽ ഉള്ളവരായിരിക്കണം. നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ നോട്ട് ചെയ്യണം. ക്രിസ്തുവിൽ ഉള്ളവരായിരിക്കണം. എന്താണ് ക്രിസ്തുവിൽ ഉള്ളവരായിരിക്കുക എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പുതിയ സൃഷ്ടിക്ക് മാത്രമേ ക്രിസ്തുവിൽ ആകുവാൻ കഴിയുള്ളൂ. നമ്മളെല്ലാവരും പുതിയ സൃഷ്ടികളാണ്. പുതിയ സൃഷ്ടിക്ക് മാത്രമേ ക്രിസ്തുവിലാകുവാൻ കഴിയുള്ളൂ. യേശു ക്രിസ്തുവിൽ വസിക്കുന്നവരാണ് ക്രിസ്തുവിലുള്ളവർ. ഇങ്ങനെ ഒരു വചനം കാണുന്നു: നാം മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ്? നാം മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഈ അനുഭവം ഉള്ളവർക്ക് മാത്രമേ ഉൽപ്രാപണം ലഭ്യമാവുകയുള്ളൂ. 2 യോഗ്യതകൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ മൂന്നാമത്തെ യോഗ്യത, അവർ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. മണവാളൻ എപ്പോൾ വരും എന്നറിയായതുകൊണ്ട് അവനെ കാത്തിരിക്കുന്നവരായിരിക്കണം. നമ്മളിപ്പോഴും കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അതാണ് മൂന്നാമത്തെ യോഗ്യത. നാലാമത്തെ യോഗ്യത, അവർ വിശുദ്ധരായിരിക്കണം. ഒന്നാം പുനരുത്ഥാനത്തെങ്കിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരും വിശുദ്ധരുമായിരിക്കും. ദൈവവചനത്തിൽ ഇപ്രകാരം വാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്: അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അതുപോലെ തന്നെ അവർ നിർമ്മലനായിരിക്കുന്നത് പോലെ നിങ്ങളും നിർമ്മലരായിരിപ്പീൻ. അപ്പൊ ഇതാണ് വിശുദ്ധർ ആയിരിക്കണം. വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ. ഇനി 5ാമത്തെ യോഗ്യത എന്ന് പറയുന്നത്, അവർ നന്മ ചെയ്യുന്നവരായിരിക്കണം. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർ അതിന് തക്ക ഫലം കൊടുക്കുന്നവരായിരിക്കണം. അവർക്ക് തക്ക ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. ഇങ്ങനെയാണ് കാണുന്നത്: അവന്റെ കാന്ത തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, കാന്ത എന്ന് പറഞ്ഞാൽ ആരാണ്? മണവാട്ടിയാകുന്ന സഭ. കാന്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? യേശുക്രിസ്തുവാണ് കാന്തൻ. ആ കാന്തൻ മണവാട്ടിയായ സഭയെ
അല്ലെങ്കിൽ കാന്തയെ എന്ത് ചെയ്യുക, സ്വീകരിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അതുപോലെ തന്നെ ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വചനം നമ്മൾ കാണുന്നു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയേക്കാൾ കവിയുന്നില്ല എങ്കിൽ, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയേക്കാൾ കവിയുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. അപ്പൊ നമ്മളുടെ നീതി എന്ത് ചെയ്യണം? നമ്മൾ നീതി ചെയ്യുന്നവർ ആയിരിക്കണം. ഇനി ആറാമത്തെ യോഗ്യത എന്താണ്? അവർ യോഗ്യരായിരിക്കണം, യോഗ്യന്മാരായിരിക്കണം, ഈ യോഗ്യതകളെല്ലാം ഉള്ളവരായിരിക്കണം. അതാണ് ആറാമത്തെ യോഗ്യത എന്ന് കാണുന്നത്. അവർ യോഗ്യരായിരിക്കണം. ഏഴാമത്തത്, അവർ ഒരുങ്ങിയും ഉണർന്നുമിരിക്കണം. നാളും നാഴികയും അറിയായത് കൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഉണർന്നും ഒരുങ്ങിയും കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കണം. അങ്ങനെ ഒരുങ്ങിയും ഉണർന്നും ഇരിക്കുന്നവരെയാണ് എന്ത് ചെയ്യത്തുള്ളൂ? കർത്താവ് കൊണ്ടുപോകുകയുള്ളൂ. അപ്പൊ ഇതാണ് 7 യോഗ്യതകൾ. ഈ 7 യോഗ്യതകളും നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. മേഘത്തിലെ വരവിന്റെ പ്രത്യേകതകളാണ് ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. 4 പ്രത്യേകതകളാണ് മേഘത്തിലെ വരവിന് ഉള്ളത്. ഒന്നാമത്തെ പ്രത്യേകത, കാന്തൻ അപ്രതീക്ഷിത സമയത്ത് വരുന്നു. രണ്ടാമത്തത്, കാന്തൻ രാത്രിയിൽ കള്ളനെ പോലെ വരുന്നു. മൂന്നാമത്തെ പ്രത്യേകത, കാന്തന്റെ വരവ് ശീഘ്രത്തിലായിരിക്കും. നാലാമത്തെ പ്രത്യേകത, കാന്തൻ ചിലരെ കൈക്കൊള്ളും, ചിലരെ കൈവിടും. ഈ 4 പ്രത്യേകതകളാണ് മേഘത്തിലെ വരവിന് ഉള്ളത്. എന്നാൽ നമുക്ക് ആദ്യത്തെ പ്രത്യേകത നോക്കിയാലോ? ആദ്യത്തെ പ്രത്യേകത, കാന്തൻ അപ്രതീക്ഷിത സമയത്ത് വരുന്നു. കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ ബൈബിളിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏത് സമയത്ത് വരും എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ഒരുങ്ങിയിരിക്കണം. അപ്രതീക്ഷിത സമയത്തായിരിക്കും കാന്തന്റെ വരവ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങി ഇരിക്കണം. ഇനി രണ്ടാമത്തെ പ്രത്യേകത, കാന്തൻ രാത്രിയിൽ കള്ളൻ വരുന്നത് പോലെ വരുന്നു. മറ്റാരും അറിയാതെ അപ്രതീക്ഷിതമായാണ് കള്ളൻ വരുന്നത്. അതുപോലെയാണ് കാന്തൻ വരുന്നത് എന്ന് കർത്താവും പൗലോസും പത്രോസും യോഹന്നാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായ ആണ് കാന്തൻ വരുന്നത്. രാത്രി കള്ളൻ എങ്ങനെയാണോ വരുന്നത് അതിനെ പോലെ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ സമയത്ത്, മറ്റാരും അറിയാത്ത സമയത്താണ് കാന്തൻ വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ഒരുക്കമുള്ളവർ ആയിരിക്കുക. മൂന്നാമത്തെ പ്രത്യേകത, കാന്തന്റെ വരവ് ശീഘ്രത്തിലായിരിക്കും. ഞൊടിയിനിടയിൽ കാന്തൻ തനിക്കുള്ളവരെ ചേർത്തുകൊള്ളും. പെട്ടെന്ന് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുവാൻ വേണ്ടി 9 മിനിറ്റ് എടുക്കും എന്നാണ് പറയുന്നത്. ഏകദേശം 9 മിനിറ്റ് എടുക്കും. ഈ കാന്തന്റെ ഈ ഉൽപ്രാപണം, ഈ വരവ്, അവൻ തനിക്കുള്ളവരെ ചേർത്ത് കൊള്ളുന്നത്, അത് കണ്ണിനെയും വയ്ക്കുന്നതിനിടയിൽ, അതിന് ഈ കണ്ണടച്ച് തുറക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ ഇത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. ശീഘ്രത്തിൽ വരും. അതാണ് മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തെ പ്രത്യേകത, കാന്തൻ ചിലരെ കൈക്കൊള്ളും, ചിലരെ കൈവിടും. ഒരുങ്ങിയിരിക്കുന്നവരെ എന്ത് ചെയ്യും? കൈക്കൊള്ളും. ഒരുങ്ങാതെ ഇരിക്കുന്നവരെ, കാത്തിരിക്കാത്തവരെ, ഉണർന്നിരിക്കാത്തവരെ, അല്ലെങ്കിൽ യോഗ്യത ഇല്ലാത്തവരെ കൈവിടും. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? കാന്തന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. അതാണ് ഈ 4 പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് മേഘത്തിലെ വരവിൽ നടക്കുന്ന സംഭവങ്ങളാണ്. എന്തെല്ലാം സംഭവങ്ങളാണ് ഈ മേഘത്തിൽ കർത്താവ് വരുമ്പോൾ നടക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. അത് ലിസ്റ്റായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. 6 കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കാണുന്നത്, സംഭവങ്ങൾ കാണുന്നത്. ഒന്നാമത്, കാന്തനായ കർത്താവ് മധ്യാകാശത്തിൽ കാന്തയെ സ്വീകരിക്കുന്നു. രണ്ടാമതായി, കർത്താവിന്റെ ഗംഭീരനാദം. 3, പ്രധാന ദൂതന്റെ ശബ്ദം. 4, ദൈവത്തിന്റെ കാഹളനാദം. 5, മേഘങ്ങളിൽ എടുക്കപ്പെടും. 6, മണവാട്ടിയായ സഭയെ പ്രതിസന്നിധിയിൽ കാഴ്ചവെക്കുന്നു.
ഈ 6 സംഭവങ്ങളാണ് നടക്കുന്നത്. ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത്, അത്യുന്നത സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നിന്ന് കാന്തയായ കർത്താവ് മധ്യാകാശത്തിൽ ഇറങ്ങി വന്ന് കാന്തയെ, മണവാട്ടിയായ കാന്തയെ സ്വീകരിക്കുന്നു. അതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം കർത്താവിൻ്റെ ഗംഭീരനാദം. കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരും പഴയ നിയമ വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. അക്ഷയമായ ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കും. ആണ് കർത്താവിൻ്റെ ഗംഭീരനാദം. മൂന്നാമതായിട്ട് സംഭവിക്കുന്നത് പ്രധാന ദൂതന്റെ ശബ്ദം. ഇവിടെ പ്രധാന ദൂതൻ എന്ന് പറയുന്നത് മീഖായേലാണ്. പ്രധാന ദൂതന്റെ ശബ്ദം ആ വിശുദ്ധന്മാരുടെ ഉയർപ്പിനെ തടയുന്ന സാത്താനെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടിയാണ് പ്രധാന ദൂതന്റെ ശബ്ദം മുഴങ്ങുന്നത്. ഇനി നാലാമതായി നടക്കുന്നത് ദൈവത്തിന്റെ കാഹളനാദം. ജീവനോടെയിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. അതാണ് ദൈവത്തിന്റെ കാഹളനാദം. അഞ്ചാമതായി മേഘങ്ങളിൽ എടുക്കപ്പെടും. നമ്മുടെ ഈ മൺമയ നില വിട്ട് വിൺമയ സ്ഥിതി നമ്മൾ പ്രാപിക്കും. അത് ആ ഒരു മാന്യത എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ മാന്യതയാണ്. നമ്മുടെ ഈ നില വിട്ട്, നമ്മുടെ ഈ മൺശരീരം വിട്ട്, അതാണ് മൺമയ നില വിട്ട് വിൺമയ സ്ഥിതി പ്രാപിക്കും. അത് നമുക്ക് കർത്താവ് തരുന്ന ഏറ്റവും വലിയ മാന്യതയാണ്. ഇനി അവസാനത്തെ സംഭവം എന്ന് പറയുന്നത് മണവാട്ടിയായ സഭയെ പ്രതിസന്നിധിയിൽ കാഴ്ചവെക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇസഹാക്ക് വെളിമ്പ്രദേശത്ത് വെച്ച് റിബേക്കയെ സ്വീകരിച്ച് അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതൊരു നിഴലാണ്. അത് പഴയ നിയമത്തിൽ ഉണ്ടായ കാര്യമാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ കാന്തനായ കർത്താവ് എവിടെ മധ്യാകാശത്തിൽ വന്ന് മണവാട്ടിയായ സഭയെ സ്വീകരിച്ച് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കുന്നു. അതാണ് ഈ ആറാമത്തെ സംഭവം എന്ന് പറയുന്നത്. നമ്മൾ ഈ പുസ്തകത്തില് ഈ ഉൽപ്രാപണം പ്രാപിക്കുന്ന സഭയുടെ യോഗ്യതകൾ, എന്തെല്ലാം യോഗ്യതകൾ ഉള്ളവരെയാണ് കർത്താവ് ചേർത്ത് കൊള്ളുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ മേഘത്തിലെ വരവിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അത് നമ്മൾ പഠിച്ചു. അവസാനമായി മേഘത്തിലെ വരവിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തെല്ലാമാണ് എന്നും നമ്മൾ പഠിച്ചു. കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലും ഈ ക്ലാസ്സുകളിലുമായി യേശുക്രിസ്തുവിന്റെ ആ വരവിന്റെ ലക്ഷണങ്ങളും ആ വരവ് എപ്രകാരമാണ് സംഭവിക്കുന്നത് എന്നും അതുപോലെ തന്നെ ആ വരവിൽ എൻ്റെ ഘട്ടങ്ങൾ, 2 ഘട്ടങ്ങളുണ്ട് നമ്മൾ പഠിച്ചു. രഹസ്യ വരവ്, അല്ലെങ്കിൽ മേഘത്തിലെ വരവ്, അല്ലെങ്കിൽ ഉൽപ്രാപണം, സഭയുടെ ഉൽപ്രാപണം. ഇതെല്ലാം നമ്മൾ വ്യക്തമായി നമ്മൾ കണ്ടു. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പുസ്തകത്തിലെ എന്നാൽ മണപ്പാഠ വാക്യത്തിലേക്ക് നമുക്ക് പോയാലോ? ഈ പുസ്തകത്തിലെ മനപ്പാഠ വാക്യം എന്ന് പറയുന്നത് 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളാണ്. ഈ വാക്യം നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. ചില കുട്ടികൾക്ക് ഇത് കാണാതെ അറിയാമായിരിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്യമാണ് ഇത്. ഇപ്രകാരമാണ്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇത് കാണാപ്പാഠം പഠിക്കണം. അറിയാൻ പാടില്ല, കാണാതെ തന്നെ ഇത് പഠിക്കണം. കുട്ടികളെ, നമ്മുടെ ഈ ചുറ്റുപാട് നടക്കുന്ന സംഭവ വികാസങ്ങൾ
മഴയുടെ പ്രശ്നങ്ങൾ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, യുദ്ധങ്ങൾ, മഹാരോഗങ്ങൾ എല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. പലപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കളായ കുട്ടികൾ നിങ്ങളോട് ചോദിക്കും, എന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന്. നിങ്ങൾ അതിന് എന്ത് ആൻസറാണ് നിങ്ങൾ പറയുന്നത്? ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കും, അത് ഇന്ന് വരും നാളെ പോകും, അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? നമ്മൾ ഇതിനെ അതിജീവിക്കും, അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ബൈബിളിനെ കുറിച്ചോ, ബൈബിളിൽ ഇതിന്റെ ഈ ലക്ഷണങ്ങൾ ഇതൊക്കെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് എന്ന് നിങ്ങൾ പറയാറുണ്ടോ? നിങ്ങൾ ഇതുമൂലം സുവിശേഷം മറ്റുള്ള കൂട്ടുകാരോട് നിങ്ങൾ പറയാറുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്യുമ്പോഴോ, നിങ്ങൾ മറ്റുള്ള കുട്ടികളെ കാണുമ്പോഴോ ഈ ആനുകാല സംഭവ വികാസങ്ങൾ അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ഈ കർത്താവിന്റെ നമ്മൾ കണ്ടു രഹസ്യ വരവ്, മേഘത്തിലെ വരവ്, അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷത, 7 വർഷം മണിയറ വാസം. അതൊന്നും മറ്റുള്ള ജാതീയരായ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും. പക്ഷെ ഇതെല്ലാം അവരോട് പറയുമ്പോൾ അവരത് സ്വീകരിക്കും. അത് അറിയാൻ അവർക്ക് ഉത്സാഹം കാണും. അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യുക? മറ്റുള്ള കുട്ടികളെ എന്ത് ചെയ്യുക? കുട്ടികളോട് പറയണം. അതുപോലെ തന്നെ ആ കുട്ടികളെയും എന്ത് ചെയ്യുക? ഒരുക്കത്തോടെ ആ വരവിന് വേണ്ടി അവരെയും ഒരുക്കണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ സ്നേഹിതന്മാരെയും നമ്മുടെ കൂട്ടുകാരെയും ഇതിനു വേണ്ടി ഒരുക്കണം. അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ നമ്മളുടെ ഈ പുസ്തകത്തിലെ ചോദ്യത്തിലൂടെ നമുക്ക് പോയാലോ? ഈ പുസ്തകത്തിൽ ആകെ 5 ചോദ്യങ്ങളാണ് ഉള്ളത്. ഇത് എല്ലാം നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട് തന്നെ നമ്മൾ ചാർട്ടിൽ കാണിക്കുകയും അത് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിന് ആൻസർ നല്ല രീതിയിൽ എഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് എത്ര ആമുഖങ്ങൾ ഉണ്ട്? അവ ഏതെല്ലാം? യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് എത്ര ആമുഖങ്ങൾ ഉണ്ട്? അവ ഏതെല്ലാം? എത്ര ഘട്ടങ്ങൾ ഉണ്ട്? രണ്ടാമത്തെ ചോദ്യം, ക്രിസ്തുവിന്റെ രഹസ്യവരവിന് ഉപയോഗിക്കുന്ന മറ്റ് 2 പേരുകൾ എന്തെല്ലാം? രഹസ്യവരവിന് ഉപയോഗിക്കുന്ന മറ്റ് 2 പേരുകൾ എന്തെല്ലാം? മൂന്നാമത്തെ ചോദ്യം, യേശുക്രിസ്തുവിന്റെ രഹസ്യവരവിൽ എടുത്തുകൊള്ളപ്പെടേണ്ടതിന് വേണ്ട യോഗ്യതകൾ എന്തെല്ലാം? എന്തെല്ലാം യോഗ്യതകളാണ് നമുക്ക് വേണ്ടത്? ആ യോഗ്യതകൾ, ഓരോ യോഗ്യതകളും എന്ത് ചെയ്യുക? നമ്മൾ എഴുതണം. നാലാമത്തെ ചോദ്യം, മേഘത്തിലെ വരവിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? നമ്മളത് ലിസ്റ്റ് ഓരോ 1 by 1 ആയിട്ട് നമ്മൾ കണ്ടു എന്തൊക്കെ പ്രത്യേകതകളാണ് മേഘത്തിലെ വരവിനുള്ളത് എന്ന്. അഞ്ചാമത്തെ ചോദ്യം, മേഘത്തിലെ വരവിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തെല്ലാം സംഭവങ്ങളാണ്? ആ മനപ്പാഠവാക്യത്തിൽ അതേപോലെ ഉണ്ട് ആ സംഭവങ്ങൾ. മേഘത്തിലെ വരവിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തെല്ലാം? ഇതെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യണം. എന്നാൽ നമുക്ക് 2 വാക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് സൺഡേ സ്കൂൾ പഠിക്കുവാൻ നീ ഒരു അവസരം തന്നതിനായി പിന്നെയും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്റെ വരവിൻ്റെ ഘട്ടങ്ങൾ, നിന്റെ പ്രത്യേകതകൾ, അതുപോലെ നിന്റെ വരവിൽ ഞങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ, അതുപോലെ നിന്റെ വരവിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തെല്ലാമാണെന്ന് ഡീറ്റെയിൽഡായിട്ട് തന്നെ ഞങ്ങൾ പഠിച്ചുവല്ലോ. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം കുട്ടികളിൽ ഓർത്തിരിക്കുവാനും അത് മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി കുട്ടികളോട് പറയുവാനും അവരെയും നിങ്ങളിലേക്ക് കൂട്ടുവരുത്തുവാൻ എല്ലാം നീ സഹായിക്കണമേ. എല്ലാ കുട്ടികളെയും അവരായിരിക്കുന്നിടത്ത് സൂക്ഷിക്കണമേ. ഈ കാലാവസ്ഥയിൽ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ള ഈ ലോകത്ത് എല്ലാവരെയും പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം പഠിക്കുവാനും പ്രാർത്ഥിപ്പാനും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുവാൻ ഓരോ കുട്ടികളെയും സഹായിക്കണമേ. മറ്റുള്ളവരുടെ സുവിശേഷം അറിയുവാനെല്ലാം ഈ സമയങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ അവർ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇത്രത്തോളം പരിപാലിച്ചുവല്ലോ, ഇത്രത്തോളം അനുഗ്രഹിച്ചുവല്ലോ, എല്ലാത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.